ഹലോ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. ഗെയിം എടുത്ത് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്കിപ്പോൾ എവിടെയാണ് കിട്ടിയത്? നമുക്കൊരു ഗാർഡനാണ് കിട്ടിയതുകൊണ്ടല്ലോ, ഫുള്ള് പൂക്കൾ. ശരി, നോക്കാം ഗൈസ്, ഇത് എവിടെയാണ്? ഒരു കൊക്കൻ്റെ മേത്തലാണല്ലോ ഗൈസ് നമ്മൾ ജനിച്ചത്. ഓക്കെ, ഇനി ആട്ടോ പോയേക്കാം. റാബിറ്റ് ഗൈസ്, ഗുഹ നോക്കിയിട്ടില്ല. വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഗൈസ്? ഇതാ ഗൈസ്, അവിടെ ഉണ്ടായിരുന്നു. മരം വെട്ടാം. നമുക്ക് വടിക്ക് വേണ്ടിയൊന്നും നമ്മൾ വെറുതെ ഒരു മരമൊന്നും കളയൂല. നമ്മൾ ഇല തന്നെ മുറിക്കും. ഞങ്ങൾക്ക് 6 വടി വേണം. ഞങ്ങൾക്കത് ഇല കഥ എനിക്ക് തോന്നുന്നില്ല കിട്ടുന്ന. ഇപ്പം തന്നെ ഒരു വടിയാണ് കിട്ടി. അതിൻ്റെ പകുതി മുറിച്ച് കയ്യിന്. നോക്കാം ഗൈസ്, കിട്ടുമെന്ന് വടി. ഗൈസ്, നമുക്ക് 2 വടിയായി ഗൈസ്, 2 വടി. അവിടെ കുറേ ഉണ്ട് കേട്ടോ, എല്ലാം പറിച്ചെടുക്കണം. നമുക്ക് ഒരു 5 വടി. അത് നിലത്ത് കുറേ വടിയുണ്ട്, അത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഭയങ്കര കറിച്ചൊക്കെ വട ഇട്ടുണ്ട്. ഞാനിങ്ങനെ എല്ലായിടത്ത് കുഴിച്ചിടും. ഞങ്ങൾക്ക് ആദ്യം ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം, എന്നിട്ട് പിക്കാക്സ് ഉണ്ടാക്കണം. പിക്കാക്സ് വെച്ച് 3 സ്റ്റോൺ വെട്ടണം. ആ 3 സ്റ്റോൺ വെച്ച് ഒരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കണം. പിന്നെ അയൺ വെട്ടണം. അയൺ വെട്ടിക്കൊണ്ടിരിക്കണം. വെട്ടുക അയൺ. നമുക്ക് ഒരു ഇതുണ്ടാക്കാം, മറ്റേ അരം വെട്ടുന്ന സാധനം. ഇതിനൊന്നും വെച്ചേക്ക് ഓർമ്മയില്ല. ഒന്നോട്ടതോ കുറച്ച് പിക്കാക്സ് 2 എണ്ണം പോരല്ലേ? 3 എണ്ണം. പിക്കാക്സ് ഉണ്ടാക്കി. പിക്കാക്സ് അല്ലേ കുറച്ച് മണ്ണ്. എന്തിനാ ചോദിക്കുന്നത്? മണ്ണ് നമുക്ക് കുറച്ച് അയൺ വെട്ടാനാണ്. എനിക്ക് കുറച്ച് പേര് സ്പൈഡർ സോംബി. കുറച്ച് കോള് വെട്ടാം. ഈ മേത്തുള്ള മാത്രമേ വെട്ടാം. നമ്മൾ അന്തസ്സുള്ള മേത്തിലാണ്, അല്ലാണ്ട് താഴത്തല്ല. നമുക്ക് കോൾ വെട്ടാം. കോൾ
വെള്ളം കഴിച്ച് വെള്ളം കയറണേ. ഓക്കെ, ഇനി നമുക്ക് അയൺ വെക്കാം. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഈ സൈഡിലൊക്കെ ആയിരിക്കും. നോക്കാം ഗൈസ്. ആണ് ഗൈസ്, ഈ സൈഡിൽ തന്നെ ഞാൻ പറഞ്ഞതാ. മേത്തലുണ്ട് ഗൈസ് അയണി. നമുക്കിതാ ഇവിടെ വെക്കാം. അതിലും വലിയ കേക്ക്സ് വെച്ചിട്ട് ഞാനിത് വെട്ടി ഉണ്ട്. ഇതിനാണ്ട് ഇങ്ങനെ വെട്ടി എൻ്റെ ഇടയിൽ അറിയാണ്ട് അടിച്ചു പോയതാ. അതാണിപ്പം പ്രശ്നമായി. എന്തൊരു കഷ്ടം നോക്കിയേ. അങ്ങോട്ട് വിട്ട നമുക്ക് സാധനങ്ങളൊക്കെ മേത്തേക്ക് വെക്കട്ടെ. ചാടട്ടെ, അങ്ങനെ ചാടട്ടെ, ചാടിപ്പോട്ടെ, അങ്ങനെ ചാടട്ടെ. ലൈഫ് ഉള്ളൂ, കുഴപ്പമില്ലേക്ക്. അങ്ങനെ നോക്കാം. നമുക്ക് മേത്തത്തെ കൂടി ആയിട്ട് ഗൈസ്. മേത്തിൽ അയ്യൻ എവിടെ നോക്കിയാലും അയ്യൺ. അയ്യൺമാൻ നമുക്ക് ഇരുന്നിട്ട് അങ്ങനെ ചെയ്ത് നോക്കാം. എന്നാൽ കാലോ ഗൈസ്, ഞങ്ങൾക്ക് എത്ര അയൺ കിട്ടി ഗൈസ്? എണ്ണ വെച്ചിട്ടുണ്ടോ? അല്ലല്ലോ, വെച്ചിട്ടുണ്ടോ? എനിക്ക് ഇറങ്ങാനൊക്കെ നന്നാവില്ല. നമ്മൾ ഒറ്റച്ചാട്ടടിച്ചാട് ഇങ്ങനെ ഇരിക്കണേ. നമുക്ക് ഇനിയും മേത്ത പോയിട്ട് മരം വെട്ടണോ അല്ലെങ്കിൽ പെട്ടാൽ ഓടിപ്പോണോ നോക്കാം. ലുക്ക് അനുസരിച്ച് നോക്കാം. അത് നമുക്കിതുപോലത്തെ വഴി ഉണ്ടാക്കണം. പൂന്തോട്ടം സൈഡിലോട്ട് പോകും. അത്യാവശ്യം ചുറ്റിക്കളഞ്ഞിട്ട് വരെ ചത്താ പണി കിട്ടും. എനിക്കിത് ഐലൻഡ് എടുത്തിട്ട് പറയാം. ഞാൻ പറഞ്ഞ തല പ്ലീസ് സൈഡിൽ കയറണേ. എത്തിച്ചേ വിചാരിച്ചില്ല ഞാനതിൽ കയറും. ഞാനങ്ങനെയാണ്. അതങ്ങനെയാണ്. ഇനി കുറച്ച് നമുക്ക് ഫ്രൂട്ട്സ് പറിക്കാം. എന്ത് ഫ്രൂട്ട്സ് ലവർ എല്ലാ ഫ്രൂട്ട്സും നമുക്ക് പറിക്കണം. I am not hungry. എനിക്ക് ഗുഹയൊക്കെ അത്യാവശ്യം വലിയ ഗുഹയാണിത്. ഉള്ളിലോട്ട് പോകുന്തോറും എന്നെ പറ്റിച്ചു ഗൈസ്. അവിടെ ഒരു ക്രീപ്പർ തള്ളുണ്ട്. സ്ഥലം ഏതൊന്നും ആയിക്കോട്ടെ. എനിക്കിനി ഈ ഗുഹയിലോട്ട് പോയിക്കോട്ടെ. ഉണ്ടാവില്ലല്ലോ. എന്തൊരു വിധി. ഇതല്ലട, ഞാൻ നീലങ്ങനല്ലോ. എന്തൊരു കഷ്ടമാണ്. ചെറുതായിട്ടൊന്നും ഞാൻ മറിപ്പോയതാണ്. അവിടെ ക്രീപ്പർ തള്ളുണ്ട്. കുഴപ്പമില്ല. ഇതൊരിക്കും ഗുഹയാണല്ലോ. നൈറ്റാവാനായി. നൈറ്റായ ഞാൻ ചത്തോണ്ടിരിക്കുന്നു. തുള്ളിലായിട്ടേ ഉള്ളൂ.
ചത്തുപോയി. ഓ ഞാ ഇത് കഷ്ടമാണ് നോക്കിയത്. ഒരു ജസ്റ്റ് മിസ്സിന് ഇനിതോടെ ഇല്ല. നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലോട്ടോ അല്ലെങ്കിൽ മറ്റേതെടുക്കാൻ പോവാം. ഇവിടുത്തെ പശു അല്ല ആട് ഇവിടെ ആട് ചെമ്പരിയാട്. ആടിന് നമുക്ക് ഓടിച്ചിട്ടുണ്ട്. ഒരു ഇത് കിട്ടി നമുക്ക് 3 ആയതുകൊണ്ട് ഈ ആടിനെയും കൂടി നമുക്ക് കൊല്ലാം. ഈ ആടിനെയും കൂടി നമുക്ക് കൊല്ലാം. ഇവിടെ പോയി കൊണ്ടുവരണ്ട കൊന്ന് എത്ര കിട്ടും. വേറൊരുത്തനോട് ആടും കൈൻ്റെ ഇടയിലിരിക്കണം. ഇനിയല്ല അന്തള്ള ആടാണല്ല. അത് കണ്ടോ ഗൈസ്, നല്ല അന്തണ്ട്. പോകാനതില്ല ഞാൻ ഇല്ലല്ലോ. അവിടെയൊക്കെ ഡേഞ്ചറസ് ഡാർക്കാണ്. ഈ പണ്ടാറ് സ്പൈഡർ സോംബി. പിന്നെ കയ്യിൽ വാളും ഇല്ലാണ്ടായി പോയി. കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ കൂട്ടിപ്പോയി കളിച്ചിട്ടാ. നോക്കാം, ഓടിക്കോ. ഇവിടെ എങ്ങനെ നിന്നാലോ ആരും കാണൂല. സേഫല്ലേ? സേഫാണ്. എന്നാലേക്ക് ഇവിടെ മോഡില്ലായിരുന്നു. കേൾക്കുന്നത് സോംബീസിൻ്റെ സൗണ്ടൊക്കെ കേട്ടാടാ. ഇല്ല സോംബീസ് സ്കെലട്ടൺ ചത്ത് ആമ്പച്ച്. ഓക്കെ, നോക്കുന്ന അടുത്ത വശത്തിരിക്കുമ്പോൾ നല്ലോണം പോച്ചാവാം. ഇനി ഉണ്ടാവില്ല. ചത്താൽ എൻ്റെ പേര് റെനു എന്നല്ല, വേറെന്തെങ്കിലും ആയിരിക്കും. എൻ്റെ ഒറിജിനൽ പേര് ഞാൻ മാറ്റൂല. അത് പിന്നെ മാറ്റാൻ പറ്റൂലല്ലോ, ചെയ്യാനാ. എനിക്ക് ചിക്കൻ കിട്ടിയ പഞ്ഞി കിട്ടില്ല, കാണുന്നില്ല. ഒന്നല്ല പഞ്ഞിയെടുപ്പ്, ചിക്കൻ മാത്രം കിട്ടി ചെയ്യാൻ എന്താക്കാനാ. ബറീസ് ഇപ്പം രാത്രി ആയതുകൊണ്ട് അത് പറിക്കാൻ പറ്റില്ല മക്കളെ. പറിച്ചതിനെങ്കിൽ ലാഭമാണ്. ക്രീപ്പർ എന്ത് കഷ്ടമായി എനിക്കൊണ്ട്. ക്രീപ്പർ എന്ന് പറഞ്ഞാൽ പണ്ടാരം പഠിക്കല്ല. നല്ലതായാലൊരു സ്ഥലം കിട്ടിയെങ്കിൽ. ഇതിലായിരുന്നല്ലോ നമ്മളുടെ സ്ഥലം. ഇത് ഞാൻ വന്ന സ്ഥലം. ഞാൻ അങ്ങോട്ട് വന്ന് സൈഡിലോട്ട് സ്കെലട്ടൻ അടി തുടങ്ങി. സ്കെലട്ടൻ അടി തുടങ്ങി. ഇനി അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഗ്രീൻലാൻഡ് പണിപാടി എവിടെ നോക്കിയാലും ഇല്ല. 2 ലൈഫുള്ളത്. എന്ത് കഷ്ടമായത്. ഇനി നോക്കാം. ഇനി ഞാൻ 2 വട്ടം കൂടി ചത്ത കളി കഴിഞ്ഞ്. അല്ല, 1 വട്ടം കൂടി ചത്ത കളി കഴിഞ്ഞ്. 1 വട്ടം രണ്ടാമത്തെ ചാവൽ കളി കഴിഞ്ഞ്. അത് കഴിഞ്ഞാൽ ഞാൻ വിറ്റൂല. പറ്റത്തില്ല എന്നുള്ള നനവുണ്ടാവും. സൈഡിലൊക്കെ ഉണ്ടോ. ഓക്കെ, ാണ് തൻ്റെ അയണൊക്കെ പോയപ്പോൾ ഞങ്ങൾക്ക് മഞ്ഞുകാലത്തോട്ട് പോയാൽ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് മരുത്തും പോകണമെന്ന് എനിക്കറിയാം. ഇതെന്തിനാന്നറിയില്ല. നമുക്കങ്ങനെ പോകണം. മഞ്ഞുകാലത്തോട്ടാണ് കഴിച്ച് നമ്മൾ പോകാൻ പോണത്. മഞ്ഞുകാലത്ത് കൂടുതലുള്ള സ്കെലട്ടൻസാണ്. സ്കെലട്ടൻ തൻ്റെകളാണ് അവിടെ ഫുള്ള്. അങ്ങനെ കയറാം. അവിടെ ഒരു ക്രീപ്പറപ്പച്ചി. സ്കെലട്ടൻസ് ആണ് അവിടെ ഫുൾ. പക്ഷെ അടുത്ത സ്കെലട്ടൻസ് അതാ അവിടുത്തെ സ്കെലട്ടൻ ഉണ്ടാടാ. അതാടെ സ്കെലട്ടൻ. ഇതാണ് മഞ്ഞളുടെ ഫുള്ള് സ്കെലട്ടനാണെന്ന്. ഞങ്ങൾക്കൊരു നല്ലൊരു
ഏതൊരു എനിമീസിൻ്റെ ബേസോ മറ്റേ വില്ലേജറിൻ്റെ ബേസോ വില്ലേജിൻ്റെ ബേസോ അങ്ങനെ എവിടെയെങ്കിലും കണ്ടാൽ അവിടെ ഇട്ട് തങ്ങാം. വില്ലേജറിൻ്റെ ബേസ് കിട്ടണം എന്നൊക്കെ ആഗ്രഹം കേട്ടോ. എന്നാൽ പിന്നെ സുഖമായല്ലോ. ഓലയുള്ള സാധനം മോഷ്ടിച്ചിട്ട് മെല്ലെ വില്ലേജറിൻ്റെ അടുത്തോട്ട് പോയത്. വില്ലേജർ എന്തായാലും വില്ലേജറിൻ്റെ അടുത്തേക്കും, അല്ലാണ്ട് ഓല് എന്തിനാ വെറുതെ വന്ന് തങ്ങനെ. അപ്പം നമുക്ക് എന്താ വേടാ അത് വില്ലേജറിൻ്റെ കോട്ടയല്ലേടാ പറഞ്ഞ നാടത്തിൽ ഒരു തുള്ളി ലൈഫുള്ളൂ. ഇപ്പം പോയ പണി കിട്ടും. നമുക്ക് ഇവിടെ നിൽക്കാം. ആരും കാണാത്ത മാതിരി ഒരു ഇത് കിട്ടും. അപ്പം നമ്മൾ സെറ്റിലായിക്കില്ല, സെറ്റിലാകുമ്പോൾ അല്ലേ. കുറച്ചൊന്ന് വലുതാക്കാം. സീനിലേക്കില്ലേ. ഇനി നമുക്ക് ഇവിടെ മരങ്ങൾ വെട്ടാം. ഇവിടെ നിന്നാടാ ക്രീപ്പർ ഒന്ന് പൊട്ടിയേ. എടാ എങ്ങനെയൊന്ന് സെറ്റിലാവുന്ന ഈ മൈൻക്രാഫ്റ്റിന് ഇഷ്ടമല്ലാതാണ്. എന്നെ ചത്താൻ ഞാൻ നിർത്തിയേ ഉറപ്പാ. എന്നെ ചത്താൽ ഞാൻ നിർത്തി പോയി. എന്തൊരു കഷ്ടാല്. ഞാനത്ര പ്രോ പ്ലെയർ ഒന്നും അല്ല കേട്ടോ. എന്തുവാടാ അതൊക്കെ ക്രീപ്പർ. എടാ ഞാൻ എൻ്റെ ബ്രദറിന് കാണിച്ചു കൊടുത്തതാ. അത് രക്ഷപ്പെട്ടു. ആകർഷിച്ചതാടാ എന്നെ. ലാസ്റ്റ് ഇനിയില്ല, ഫൈനലാ. ഇപ്പം ഇട്ട് പോകും. കണ്ട കൊക്കിറങ്ങി നോക്കിയല്ലോ, നല്ല ഐഡിയ. കൊക്കിറങ്ങാം. കൊക്കല്ലെങ്കിൽ എത്രയും നേരം ഇറങ്ങിക്കൊണ്ടുവന്ന്. അല്ലെങ്കിൽ വേണ്ട, കൊക്കിറങ്ങണ്ട, സൈഡോട്ട് പോകാം. സൈഡോട്ട് കൊക്കിറങ്ങാം. എന്താണ് വിളിച്ചു? എനിക്ക് തോന്നുന്നു ആ വില്ലേജറിൻ്റെ ഒരു സ്ഥലമല്ലേ, വെച്ചാലാണെന്നാണ്. പോയി നോക്കാം. ഒരു ലാവരിയൊക്കെ കാണും. ഇങ്ങനെ വിൽക്കാതടാ. ആരാ വിൽക്കണേ? ഞാൻ തന്നെ. ആരുടെ ഇല കൊടുക്കണേ? ഞാൻ തന്നെ. എല്ലാം ഞാൻ തന്നെ. ചെറിയൊരു കയ്യബദ്ധം. മാച്ചിക്കല്ലേ. ആടാ ഇങ്ങനെ തുടങ്ങണോട്ടോ. ഇവിടെ ഒരു സോംബീസും ഇല്ലെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. കാർമർ കിട്ടി. ഗോൾഡൻ ആപ്പിൾ ഗൈസ്. പിന്നെ 11. എനിക്ക് പേടിയ ഗൈസ്. ഞാൻ ഭീരുവ. അതായിരുന്നു ഒരു തണ്ടിയാണ്. ഞാൻ ഭീരുക്കൾ. സോറി. നമുക്ക് ആ സോംബിരാട്ട് തട്ടിയാലോ? ഐഡിയ ഉണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ പോയി. അവിടെ വെച്ച് മറന്നു. ഇങ്ങനെ നമ്മളെ ആളെവിടെ? ഹലോ, എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? പുലിയല്ലേ അതാണ് എൻ്റെ പ്രത്യേകത. ഒന്നും ചെയ്യാനാവില്ലെങ്കിൽ രാത്രി ഇതാ ചെയ്യാനാണ്. ഗൈസ് രാവിലെ ഗുഡ് മോർണിംഗ് എവരിവൺ. ഞങ്ങൾ പുറത്തിട്ടൊന്നും സോംബീസ് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. നമ്മൾ വെറുതെ ഒന്നൊരു ജസ്റ്റ് വെറുതെ വിടില്ല. നമുക്ക് ജസ്റ്റ് പോയി പൊട്ടിക്കാം. പൊട്ടട്ടെ അങ്ങനെ പൊട്ടട്ടെ. ഇതെന്താ പൊട്ടിച്ചാൽ നമ്മളെ കയ്യിൽ കിട്ടുമോ നോക്കാം. വെറുതെ പോയി ആവണ്ടല്ലോ. എനിക്ക് തോന്നുന്നു കിട്ടുമെന്ന്. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിരിക്കുന്നു. ഇത് പൊട്ടിക്കാൻ 1 മണിക്കൂറൊക്കെ ആവും. 1 മണിക്കൂർ
ആയിക്കോട്ടെ. ഇത്രേ ഇത് കയ്യാണ്ട് പിടിച്ച് കിട്ടുമ്പോൾ ഉണ്ട കിട്ടും. എന്ത് വേടായി അല്ലോ മീനൊക്കെ കണ്ടോ കഴിക്കുന്നു. എൻ്റെ ഒറ്റക്കൊരു ദീപൻ്റെ അടുത്ത് അല്ലേ കുറേ ഏട്ടന്മാരില്ലേ. നോക്ക് കോഴിക്കുട്ടി എങ്ങോട്ടാ അവിടുന്ന്? ഞാനും അപ്പുറത്തെ വരെ. അങ്ങനെ നീ അപ്പുറത്തോട്ട് പോകണ്ട, നമുക്ക് വലിയ സിറ്റിയിലേക്ക് പോകാം. കുട്ടി നീ കാരണം നേരത്തെ ഞാൻ ചത്ത സോംബീസ് പേടിച്ചോടി കുഞ്ഞ് കഴിയുന്നതാണ് ഇനിയുണ്ടാണ്. നല്ല രസമല്ലേ ഗൈസ്, ഒരു നടുവിൽ ഒറ്റ മരം. ഇത് ടച്ച് ബ്ലേഡ് അല്ലേ? ടച്ച് ബ്ലേഡ് ചെമ്പരിയാടി പശുവിനപ്പം മാണ്ടിച്ച് ഇവിടെ ഒരു വലിയ ഗുഹയാണ് കൈസ്. അവിടെ താവരായും കൈസ് അതല്ലേ വലിയ സ്ഥലത്തൊരു ചെറിയൊരു ഫോർമാറ്റ് പ്ലേസ് സെൻറ്റർ ഓഫ് ഗെയിം. നമുക്ക് ഇന്നിതാ ഇവിടെ കഴിയാം, നാളെ നമുക്ക് ഇവിടുന്ന് പോകാം. ആടുകുട്ടിനെ കിട്ടണമെങ്കിൽ നമുക്ക് സുഖമായി എന്നിട്ട് കിട്ടില്ലെന്ന് ഉറപ്പല്ലേ. അതിനെക്കൊണ്ട് നമുക്ക് മരം വെട്ടാം. മരം നല്ലതും എനിക്ക് മരം വെട്ടാൻ മടിയെന്ന് പറഞ്ഞാൽ അമ്മ തരും മടിയാണ്. ഇഷ്ടമല്ല മരം വെട്ടാൻ. മരം വെട്ടാൻ കുറേ നേരം അന്ന് വെട്ടാൻ ഇഷ്ടം. എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. യാത്ര മാത്രം ചെയ്തിട്ട് കാര്യമില്ല. നിൽക്കണം മരം എഴുതി നിൽക്കണം മരം. നാളെ വാർത്തയിലത്തേക്ക് കണ്ടു നോക്കൂ. വാർത്ത പോയി നോക്കണേ, ഏറിൽ നിൽക്കണം മരം എന്നായിരിക്കും വാർത്ത. സീഡൊക്കെ കിട്ടിയിരിക്കണതാണ് നമുക്ക്. വീണ്ടും എന്തിനെ മരം കിട്ടി ഒന്നൊക്കെ താരം. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയൊരു ഷെഡ് ഉണ്ടാക്കാനാണ്. ചെറുതെന്ന് പറഞ്ഞാൽ അമ്മ അതെ ചെറുത്. നമുക്കൊരു ദിവസം തങ്ങാൻ മാത്രം പറ്റിയൊരു ഷെഡ്. ഒരു ദിവസമായിക്കുള്ള കേട്ടോ, ചിലപ്പോൾ സ്ഥിരമാകാൻ ചാൻസ് ഉണ്ട്. പറയാൻ പറ്റൂലേ, ഇല്ല കഥല്ലേ. ഈനോ ഞാൻ അറിഞ്ഞില്ല. ഇനിയും മരം വിട്ടാം. പക്ഷെ മണ്ണ് വിട്ടാം. മണ്ണുകൾ വെട്ടിക്കൊണ്ടിരിക്കും. പോയി എന്ത് രസം. ഇവിടുത്തെ അപ്പുറത്തപ്പുറയിൽ പണിയാണ്. ഞാൻ എന്തിനാടി നിങ്ങളോട് പറയുന്നത്? അത് മണ്ണുണ്ട് പെട്ടെന്ന് എന്ത് കഷ്ടപ്പെട്ടു നമ്മളെന്ന് പറയുന്നത്. പെട്ടെന്ന് തീരെയും എന്ത് കഷ്ടം. ഞാൻ ഇവിടെ കാക്കകളുടെ കൂട്ട സംഭവം എന്നിട്ടാട്ടോ കാക്കൻ്റെ സൗണ്ടൊക്കെ കാക്കയാണ് കാക്കച്ചി കാക്കച്ചി. നോക്കിനി വീടുണ്ടാക്കി കഴിഞ്ഞു. ഇവിടെ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ എവിടെ? ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ എടുക്കാൻ മറന്നുപോയി. അല്ലല്ലേ, ഞാൻ ചത്തിങ്ങില്ലേ, ഞാൻ മറന്നുപോയി ഗൈസ്, മറന്നുപോയി. വിചാരിച്ച് ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ ഫസ്റ്റ് ചായ മുറിച്ചപ്പാടെ വെച്ച് മറന്നുപോയി.
നമുക്കിനി ഒരു ഡോർ ഉണ്ടാക്കാം. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ പണ്ടത്തെ പുല്ലൊക്കെ പറിച്ച് കളഞ്ഞ് ഇനി ഗോൾഡ് ഐറ്റംസൊക്കെ നല്ല വിലയുള്ള ഐറ്റംസൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. നമ്മൾ നല്ലോണം എടുത്ത് വെക്കണം. സ്വർണ്ണല്ലേ, സ്വർണത്തിനൊക്കെ എന്താ വില. എന്തായിട്ടും വേണ്ടത് നമുക്ക് ഇത് വേണം. എന്ത് അത് തന്നെ ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോവുക. പിന്നെ എന്തെടുക്കണം, ഒരു ബെഡ് ഉണ്ടാക്കണം. നമുക്ക് ബെഡ് ഉണ്ടാക്കിയാലോ, അതിനെന്തായാലേ ഉണ്ടാക്കാലോ. അപ്പം നമുക്ക് ബെഡ് ഉണ്ടാക്കാം. ബെഡ് ഉണ്ടാക്കാൻ എന്ത് വേണം ഗൈസ്? ബെഡ് ഉണ്ടാക്കാൻ നമുക്ക് ഇത് വേണം. ഇത് തന്നെ നമ്മളെടുത്തുണ്ടോ? ഉണ്ട് ഗൈസ്, നമ്മളെടുത്ത് 2 ഉള്ളൂ. അതാണ് പ്രശ്നം. എന്ത് ഞാനൊരാടിനെ കണ്ടിരുന്നു. കോഴിയിരുന്നു. ആടിനെ കണ്ടെടുത്തിട്ടേ പോകുള്ളൂ. വരുവാടേ വാ ആടേ, ആടിൻ്റെ കുഞ്ഞുങ്ങളെ വാടേ, ആടേ ആടേ വാടേ പറ്റി. സോറി, ആടിൻ്റെ മക്കളെ വാടാ, അടേ വാടേ വന്നിട്ടുണ്ടൊരു ഉണ്ണാടേ, ചോറുണ്ണില്ലെങ്കിൽ വാടേ, ചോറുണ്ണാൻ സാമ്പാർ തരാം. ആടിന് സാമ്പാർ ഇഷ്ടമല്ലാത്തത് ഇഷ്ടപ്പെട്ട സാമ്പാർ ശരിയാണ്. ഒരാട് വന്നിട്ട് നമ്മളെല്ലാത്തിനെങ്കിലും ടോയ്ലറ്റ് മുമ്പിൽ വരില്ല. എല്ലാത്തിനെങ്കിലും എല്ലാത്തിനെയും വെട്ടിക്കൊണ്ട് അടി വാടി അടിൻ്റെ കുഞ്ഞി വാടാ. ഗൈസ്, നമ്മളെല്ലാ സാധനവും അങ്ങനെ പോക്കണ്ട ഗൈസ്. നൈറ്റ് അവനായി ഭയങ്കര സ്ലോ ആയി. നമ്മൾ മുന്നോട്ടെടുത്ത് വെച്ച കാലം പിന്നോട്ടെടുത്ത്. അതാണ് എൻ്റെ ഒരു ശൈലി. നമുക്ക് നമ്മളെ വീട്ടിൽ പോകാം. വീട്ടിലേക്കൊരു യാത്ര മതി. നമ്മൾ സ്വർഗത്തിലേക്കൊരു പോക്ക്. കൈസകളുടെ വെള്ള കുതിര. ഇനി ജാക്കറ്റ് എടുക്കാം. ആവശ്യമില്ല ജാക്കറ്റ് ഒന്നും ഇടാനാവില്ല. ആവശ്യമില്ലാത്തപ്പോൾ ജാക്കറ്റ് ഇടാനാവുകയും ചെയ്യും. ഡോറെന്താ വെക്കാനാവാത്ത? ഇതാ നമ്മുടെ ആർമർ ഊരിയിട്ട് സമയമായി പിള്ളേ. ഇനി നമുക്ക് നമ്മുടെ പെട്ടുണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുക, ബെഡ് എടുക്കുക, എന്നിട്ട് ഉണ്ടാക്കുക. എന്നിട്ട് ബെഡ് ഇങ്ങനെ വെക്കുന്നു. ഇവിടെ ഇപ്പോൾ പൊളിക്കാറ് സൂര്യനെ കൊതിച്ച് വരുന്നയാളുള്ളൂ. പിക്കാക്സ്, പിന്നെ ആക്സ്, അത് നമുക്ക് സ്റ്റോണ് വേണം ഗൈസ്. സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇട്ട് സൂക്ഷിച്ച് വെക്കാം. ഞാൻ പോകുന്നു എന്നിട്ട്
നമുക്ക് കല്ല് വേണം. അതിനായി നമ്മൾ താഴോട്ട് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗൈസ് എന്താണെന്നറിയില്ല, വെളിച്ചമില്ലാത്തത് കൊണ്ടാണ് കാണുന്നുണ്ടോ നമുക്കറിയില്ല ഗൈസ്. പക്ഷെ എനിക്ക് കാണുന്നില്ല, അതാണ് എൻ്റെ പ്രശ്നം. ഇതിൽ ചാർജും കുറവാണ്. ഇപ്പോൾ കടക്കാനോ ഇല്ല, ഞാൻ സൂര്യനത് പിന്നെയാണ് ഞാൻ പറയുന്നത് കടക്കണം. ഞാൻ പറഞ്ഞില്ല കടക്കാനായിട്ട് വിചാരിച്ചോളി. മതി നമുക്ക് നമ്മുടെ ഈ രണ്ട് കണ്ണേക്കാം. എന്നാൽ നമുക്ക് കിടക്കുന്ന യാത്ര പോകാം. ആദ്യം നമുക്ക് ഇതുണ്ടാക്കാം. ഇതാണ് ഇതിൻ്റെ ചിക്കൻ ഉണ്ട്, മിച്ചമില്ലല്ലോ. അതിൻ്റെ പേര് കോളില്ല. നമുക്ക് കോള് വീണ്ടും കുഴിക്കണം. വീണ്ടും കുഴിക്കണം. നാളെ ഇവിടെ എല്ലായിടത്തും തപ്പി നോക്കാം ഗൈസ്. കോള് കിട്ടിയില്ലേ ചട്ടി, അത്രേ ഉള്ളൂ. തപ്പലോട് തപ്പൽ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇവിടെ കിട്ടുന്ന ഒട്ടും ഇങ്ങനെ കുഴിച്ചോണ്ടിരിക്കുന്നു. ഇത് പൊട്ടത്തില്ല. ഞാൻ രാത്രിയിലെ കിടന്നുറങ്ങടി. രാവിലെ അതിലെ പോയി എണീച്ച് പല്ലൊക്കെ ഇടുന്നോട് ഭാര്യ കേട്ടോ. പല്ല് വെച്ചിട്ട് പല്ലി മെസ്സേജ് വരുന്ന കേസ്. ബസ്സൊക്കെ പോകണുണ്ട് കേസിൽ. അങ്ങനെ ഞാൻ കൊല്ലായിൽ ഇരുന്ന് റെക്കോർഡ് ചെയ്യണേ കളിക്കണതൊക്കെ. ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ കോളത്തിട്ട് ഞാൻ തന്നെ അടി തപ്പി പിന്നെ ഉറങ്ങും. കുഞ്ഞി വാവാവോ ചെല്ലാനായില്ല. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ പിന്നെ എന്തിനാ പോണം? ഞങ്ങൾക്കിനി ഗുഹയിലേക്ക് പോകാം. ഗുഹയെവിടെ? എന്നടിച്ച് രണ്ടുപേരും സുഖിച്ചിരിക്കാലെയാണ് കടത്തറടാ. ഞാൻ നിങ്ങൾക്കൊരു പണി തരും. എന്നെയാടാ നീ അടിക്കാൻ? റിനുവയാടാ നീ അടിച്ചേ? ഇതിനുള്ള പണി ഞാൻ പഴയ തരുന്നുണ്ട്. നമ്മൾ ഇവർക്ക് ഇത് അലർജിയാണ്, സൂര്യാവർത്തി. അപ്പം നമ്മൾ മേത്തുള്ള സൂര്യനെ കത്തിച്ചൊളി. എന്തുണ്ട് വെച്ചാൽ ഇങ്ങനെ വരില്ലേ? പോയി ഇറങ്ങി ഓടിക്കാം. അങ്ങനെ പണി കിട്ടും. അവിടെ പോയി എന്താക്കടോ തന്നെ ചത്തി ഇനിയുണ്ടോ? ഉണ്ട്. അതിൻ്റെ തലയിൽ എനിക്ക് തോന്നുന്നു ഹെൽമെറ്റ് ഉണ്ടെന്ന്. അപ്പം നമ്മൾ പുറത്തെടുത്തിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക്. അത് ഹെൽമെറ്റുണ്ട്. അപ്പം നമ്മളെന്ത് ചെയ്യണം? ഇവിടെ നിന്ന് കൊഴിക്കാൻ തുടങ്ങും. ഹെൽമെറ്റ് ഉണ്ടെന്ന് അറിയാം. പിന്നെന്തിനാ പഠിക്കാനറിയാം. വിളിച്ചോ എന്തൊരു കഷ്ടപ്പാടാണ് ഗൈസ്. നമുക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് ഗൈസ്.
ഇങ്ങനെ നമുക്ക് കുഴിച്ചാൽ എന്നിട്ട് നമുക്ക് എന്നിട്ടും അറിയൂ അവൻ്റെ താമരം വാടാ ചെറുതായിട്ടൊന്ന് പണി കിട്ടി. സോറി നമുക്കെന്ത് ചെയ്യാം? ജീവനെടുക്കാൻ കുഴിച്ചിടാം. ഞാൻ കുഴിച്ച കുഴി ഞാൻ തന്നെ മുടി. ഇപ്പുറത്തെ ഞാൻ കുഴിച്ച കുഴി അവനെ കൊടുക്കും. ഞാൻ കുഴിച്ച തന്നെ മുടി. കുഴിച്ചിടാൻ എന്തായാലും മാറ്റി. ട്രാപ്പ് നമുക്ക് കൊയ്യിൽ കറിയുണ്ട്. നമ്മളെ കൺഗ്രാജുലേഷൻ, യു ആർ വിൻ. എന്തോരം സാധനങ്ങളാണ് എന്തോരം അമ്പാല വിട്ട് കൈകൊണ്ട് കുത്തിപ്പൊടിയും ശക്തിമാൻ. ഞങ്ങൾ കൊന്നേക്കാം. എന്തോരമ്പം വിട്ട് എൻ്റെ ഓവർ എൻ്റെ അമ്മിനെ നമുക്ക് പിടിച്ചിടാം. എൻ്റെ താരകത്തിനാണ് എൻ്റെ താരകത്തിനാണ്. കൺഗ്രാജുലേഷൻസ്. കുഴിയിലോട്ടിറങ്ങാം. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ പരിഗണിച്ചോളൂ. നമുക്ക് അടിയിൽ കണ്ടോ കൊയ് പോകാം. നമ്മൾ ഈ സ്റ്റോൺ അടുപ്പിച്ചുണ്ടാക്കാൻ സിൽവർ ആയിട്ടുണ്ടൊരു തണ്ട മരത്തിനോട് ഉണ്ടാക്കിയിട്ടാണ് എക്സാണ്. സ്റ്റോൺ എക്സ് ഒരു ഈ കത്തി ഉണ്ടാക്കാം. അപ്പം അത് എടുക്കുക, പുറത്തോട്ടിറങ്ങുക. കോഴിക്കുഞ്ഞുപാട നീ കാലപ്പൊട്ടൻ പാട്ട, ചക്കര കുത്തിയ പാട്ട നീ കാലപ്പൊട്ടൻ പാട്ട. അത് കിട്ടും, അങ്ങനെ കിട്ടും. ആകെയുള്ള 2 അയണം. ഇത്രയുണ്ട്. ആട്ട് പോയാൽ എന്തോ കിട്ടും. പക്ഷേ എനിക്ക് പോകാൻ വേണ്ടി വെച്ച് കഷ്ടപ്പാടാണ്. ഫുൾ ആർമർ, ഫുൾ ഗോൾഡൻ ആർമറിൽ അതിനെ കൊന്നാൽ നമുക്ക് എന്ത് കിട്ടും? അതിനെ കൊന്നാൽ നമുക്ക് ആർമർ കിട്ടും. പവറിനെങ്കിലും ഒരു ലുക്കിനെങ്ങനെ കൂട്ടല്ലോ. പക്ഷേ അങ്ങനെ തോൽപ്പിക്കാൻ പറ്റും. പോയതാ ഞാൻ പറയാൻ പോയിട്ടില്ല. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ചെറുതായിട്ടിറങ്ങണ്ട. എനിക്ക് അവനെ കൊല്ലാൻ മടിയാണ്. വേറെ മണ്ടത്തരമാണ്. കിട്ടിയതായിട്ട് പോയി കോളടിക്കാൻ
എടുക്കാനാണ് ഞാൻ കഷ്ടപ്പെട്ടിപ്പോൾ അങ്ങോട്ട് വന്നു. എന്ത് കഷ്ടമാണ് നമ്മൾ ഈ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ ഇവർക്കൊന്നും പിടിക്കില്ല. എന്നിട്ടാണ് എൻ്റെ അടിയൊക്കെ ഇങ്ങനെ ഓടിയിരുന്നത്. ആകുമ്പോൾ അങ്ങനെ അടിയിലെത്തുണ്ടല്ലോ പോയാൽ നല്ല കിട്ടും. പക്ഷേക്ക് പോകാൻ മടിയാണ്. നമുക്കിനി എങ്ങോട്ടെങ്കിലും ഇതൊക്കെ ഒന്ന് പോയി നോക്കാം. എന്താ അവിടെ ഒരു മതിൽ പോലെ ഉണ്ട്. ഭയങ്കര ഇഷ്ടമാണ് മതിൽ പോലെയുള്ള മതിലൊക്കെ ചാടിക്കിടക്കും. മതിൽ പോലെയുള്ള മതിൽ ഗുഹയിലൊക്കെ മണ്ട പണി കിട്ടും. വലിയൊരു ഗുഹ. അത് പിന്നെ ഗുഹ വലുതല്ലാണ്ട് ചെറുതുണ്ടാകുമല്ലോ. എന്തേ നമുക്ക് വില്ലേജ് കിട്ടിയാൽ നമ്മൾ കളി ഇന്ന് വില്ലേജ് കിട്ടിയാൽ നമ്മൾ കളി എൻജോയ് കിട്ടും. ഇപ്പോൾ പിന്നെ നാളേക്കും നമ്മുടെ പിക്കേക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓലയിൽ ഭയങ്കര റിച്ച് പീപ്പിളാണ്. ഇതാ കൂട്ടത്തോളം നല്ല രസമുണ്ടടാ. ടൈലും വലിയ രസം. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് വാവ്. ഓ വാവ്. ബീഫ് എടുത്തില്ലായിരുന്നു. വലിഞ്ഞെടുത്ത് ബീഫ് എടുക്കണം. പോകാൻ നേരത്തെടുക്കാം. ഹയ്യ എങ്കോളം സാർ. നമുക്ക് ഏതായാലും ഒരു പൊരി പോയിട്ട് റീസ്പോൺ പോയിട്ടുണ്ട്. സെറ്റ് സൂഫ. ഓക്കെ സെറ്റ്. കോല് കൂട്ടിക്കോളും. അല്ല പുല്ലെടുക്കാൻ പോയി. കുഴപ്പമില്ല. അങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. ഇറ്റ്സ് നോട്ട് പ്രോബ്ലം ബ്രോ. നമുക്ക് നല്ല സ്ഥലത്ത് എടുത്തുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്ഥലം എവിടെയായിരുന്നു. തപ്പലോട് തപ്പലാണടാ. നമ്മൾ തപ്പലോട് തപ്പലാണടാ. അങ്ങനാണത്. സ്ഥലങ്ങളെല്ലാം ഇവിടെ തന്നെ തിരിക്കണ താറ്. ഇവിടുത്തെ കാക്കകൾക്ക് ഭയങ്കര സമാശ. എല്ലാം ഇരിക്കട്ടെ. ഇനി ആർമർ ബുക്ക് ശബ്ദം. നമുക്ക് നമ്മുടെ എന്തെടുക്കാം. ബീഫ് എടുക്കാം. ബീഫ്. ബാക്കിയുള്ളതൊക്കെ പൊട്ടിച്ച് നേരെ ഉണ്ടാക്കിയോട്ടെ. പൈസ ഉണ്ടാക്കും. ആവശ്യമുള്ളപ്പോൾ ഇത് കിട്ടും. ഞാൻ ഇടാൻ ഇങ്ങനെ ഇടാൻ എനിക്കറിയൂ. മറ്റേ രീതിയിൽ നേരത്തൊന്നും തന്നില്ലേ. അതിങ്ങനെയാണ്. ഇതെന്താണ് അത്ര മതി. ചിക്കൻ ബനാന. നമുക്ക് സാധനങ്ങളൊക്കെ മാറ്റി എടുത്ത് വെക്കാം.
അല്ലേ തന്നെ എൻ്റെ വീട് നമുക്ക് വില്ലേജിലേക്ക് പോകാം. വില്ലേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ചെയ്യും കേട്ടോ. ഞാൻ പറഞ്ഞ വാള് പോലുള്ളതൊക്കെ കാണാൻ അപ്പം എൻ്റെ മേത്തിലാണ് കാര്യമായിട്ടാണ് ജസ്റ്റ് ചിലപ്പോൾ ന്യൂ റിപ്പോർട്ടറിൽ നല്ല പിടിയെടുക്കണേ എങ്ങനെ ഇപ്പം മേത്തെ കയറുക ഇത് കണ്ടത് കാണാൻ പൂന്തോട്ടത്തിൻ്റെ ഇടയിലൂടെ ഒരു തേനീച്ചയുള്ള ഒരു മരമുണ്ട്. പിന്നൊരു വലിയൊരു കൊട്ടാരം, സൈഡിൽ ചെറിയ ചെറിയ വീടുകൾ. എന്ത് ഭംഗി രസമുണ്ടല്ലേ. ഞാൻ ഭയങ്കര കവിത രചനക്കാരി തന്നെ. പുതിയല്ലേ അതൊക്കെ പിന്നെ പറയണമെന്നുണ്ടല്ലേ. എന്താണ് കട്ട് പോകണോ അല്ലേ? ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തേക്കട്ടെ. പോകാമല്ലോടോ. ഇപ്പം നമുക്ക് കൊട്ടാരത്തിൻ്റെ മേത്ത് കയറാം. കുറേ വട്ടം ഞാൻ ചത്തിട്ടുണ്ട്. സോറി. ഇനി ഈ വീഡിയോൻ്റെ റിവ്യൂ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ യൂട്യൂബിലൊക്കെ സംസാരിച്ച് വീഡിയോ ഇടുന്നത്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ, സീ യു. അപ്പം നമുക്ക് പിന്നെ വേറൊരു വീഡിയോ ആയിട്ട്